ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം പോയിൻ്റ് ഇടാൻ പോവുകയാണ്. ഉണ്ടോ, ഓപ്പൺ ചെയ്യാത്ത ഭാഗം ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യത്തില്ല അന്നേരം ബാക്ക് ഓപ്പൺ ആകുമ്പോൾ. അപ്പോൾ കട്ടിങ് ബ്ലൗസ് നമുക്ക് എങ്ങനെയാണ് പോയിൻ്റ് ഇട്ടെടുക്കുന്നത് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഷോൾഡറിൽ നിന്ന് പോയിൻ്റിൻ്റെ ലെങ്ത് എടുക്കാം. 10.5 കേട്ടോ. 10.5 ഞാൻ പോയിൻ്റ് അടയാളം ചെയ്തിട്ടുണ്ട്. 10.5. ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് 3.25 3.25 അകലം 3.25 കേട്ടോ. 10.5. അപ്പോൾ ഇത് മെയിൻ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തോട്ട് 1.5 പോയിൻറ്റിൻ്റെ അകലം 1.5 അപ്പുറം ഇപ്പുറവും കൂടെ അടയാളം ചെയ്യുക. അത് ഇങ്ങനെ വരും ഉണ്ടോ. പിന്നെ നമുക്കിത് ഈ ഭാഗത്തെ പോയിൻ്റ് എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഈ മെയിൻ പോയിൻ്റിൽ നിന്ന് ഈ തേപ്പ് ഇങ്ങനെ വയ്ക്കുക, 1 ഇഞ്ച് വ്യത്യാസത്തിൽ മുകളിലായിട്ട് ഉണ്ടോ. നമുക്കിത് ഇവിടെ അങ്ങോട്ട് അടയാളം ചെയ്യുക, നേരെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് പോവാം. പിന്നെ കൈക്കുഴിയിലെ പോയിൻ്റ് ഇങ്ങനെ പിടിക്കുക, 2 ഇഞ്ച് അകലം കണ്ടോ. ഈ പോയിൻ്റ് പോവാം കണ്ടോ. അപ്പോൾ 3 പോയിൻ്റുമായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് താഴത്തോട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അതിങ്ങനെ ചോക്ക് കൊണ്ട് കണ്ടോ, നല്ലപോലെ പ്രസ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ആ ചോക്കിൻ്റെ പാട് വീഴും കണ്ടോ. അപ്പോൾ അവിടെയും പോയിൻ്റ് ചെയ്തെടുക്കാം കണ്ടോ. ഇങ്ങനൊരു വെട്ട്. പിന്നെ ഇതിങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ ഒരു വെട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും, പോയിൻ്റ് കറക്റ്റായിട്ട് ഇടാം കണ്ടോ കണ്ടോ. ഇവിടെയും വിട്ട്. ഇനി നമുക്കൊന്ന് വൃത്തിയിട്ട് നോക്കാം. കണ്ടോ, പോയിൻ്റ് കണ്ടോ, ഇവിടെയും വന്നിട്ടുണ്ട് അതുപോലെ കണ്ടോ. ഇവിടെ എടുക്കാം കണ്ടോ. പോയിൻ്റ് ഇത് ഇങ്ങനെ വരും. ഇവിടെയും കറക്റ്റ് വന്നില്ലേ. ഇങ്ങനെയാണ് പോയിൻ്റ് ഇട്ടെടുക്കുന്നത് കണ്ടോ. നമുക്ക് പോയിൻ്റ് ഇട്ടെടുക്കാം. ഇനി പെട്ടെന്ന് മെയിൻ ഡോട്ട് ആദ്യം ഇടാണ്. അത് കഴിഞ്ഞ് കൈക്കുഴിയിലെ ഡോട്ട് കണ്ടോ. നമ്മളിത് ഇങ്ങനെ ഇരിക്കണം കണ്ടോ. ഈ മെയിൻ ഡോട്ടും ഈ കൈക്കുഴിയുടെ ഡോട്ടും കൂടെ ഇതേ പൊസിഷനിൽ വരണം കണ്ടോ. ഇങ്ങനെ നേരെ വരണം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഇടാം. അടുത്തത് ഈ ഭാഗത്ത് കണ്ടോ. പിടിച്ചേ. ഈ ഭാഗത്തെ കൈക്കുഴി ഇടാം കണ്ടോ. നേരെ പിടിച്ച് നേരെ വരാം. ഇനി നമുക്ക് ഈ 2 പോയിൻ്റുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം കണ്ടോ. ഈ നീളത്തിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടോ. ഇവിടുന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി കയറ്റി ഇവിടെ വന്ന് ഇവിടെ ഈ പോയിന്റിലോട്ട് സ്റ്റിച്ച് കയറ്റി കൊടുക്കണം കേട്ടോ. നേർമയായിട്ട് വന്നുണ്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 പോയിൻ്റുമായ ഉണ്ടോ ഉണ്ടോ. ഇങ്ങനെയാണ് പോയിൻ്റ് ഇട്ടെടുക്കുന്നത് ഉണ്ടോ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം 2 ഭാഗം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ബ്ലൗസിൻ്റെ കറക്റ്റ് ചെയ്ത് നോക്കണം. ഇടിയൊക്കെ കറക്റ്റാണോ എന്ന്, ഈ ഭാഗമൊക്കെ കറക്റ്റാണോ എന്ന് ബ്ലൗസ് വെച്ച് നമുക്ക് നോക്കുകയൊക്കെ വേണം. അത് കണ്ടോ,
ഇവിടെ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും ഭാഗം വിട്ട് കണ്ട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കണ്ട. അത് കഴിയുമ്പം ഇവിടുത്തെ സ്റ്റിച്ചിൻ്റെത് ഇച്ചിരിയും ശകലം കൂടെ കറക്റ്റ് ചെയ്യാനുണ്ട് കണ്ട. സ്റ്റിച്ച് ഇവിടെ കിടക്കുന്നത് കണ്ടോ. നമുക്ക് ഇത്രയും മതി തയ്യൽ തുമ്പ്, ഇത്രയും വെട്ടിക്കളയാം കേട്ടോ. ഇത് മുകളിലത്തെ തയ്യൽ തുമ്പ് ഞാൻ വിട്ടിട്ടാണ് അളവ് നോക്കിയത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാം കണ്ടോ. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ആ കറക്റ്റിന് നിൽക്കും. നമുക്ക് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ചെയ്ത് നോക്കണം. ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടോ കട്ടിങ്ങിന്. ഈ പോയിൻ്റ് ഡിച്ചിൽ മാറി നമുക്കിനി എന്ത് ചെയ്യണം, കട്ടിങ് നോക്കാം കേട്ടോ. കട്ടിങ് കണ്ടോ. അതെ കട്ട് ചെയ്യാതെ കണ്ടോ, കട്ട് ചെയ്യാതെ എടുത്തിട്ടുണ്ട്. കട്ടിങ്ങിനകത്ത് 3 പീസാണ് കേട്ടോ. അത് കട്ടിങ്ങിനകത്ത് കട്ട് കിട്ടാനായിട്ടൊരു പീസ് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. അത് മെയിൻ പീസ് മേളിൽ വെച്ച് കണ്ടോ, മെയിൻ പീസ് മേളിൽ. ഇനി അടിച്ച് ഉള്ളിലേക്ക് മറിക്കാനുള്ള പീസ്. ഇത് തുണി തികയാത്തതുകൊണ്ട് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുക കേട്ടോ. ഇതെല്ലാം കറക്റ്റിന് വയ്ക്കുക, ഇടങ്ങ് അടിക്കുക. എടുക്കുക. ഇവിടെ പ്രസ് ചെയ്യുക. ഈ ഒരു പീസ് അകത്തോട്ടുള്ള പീസാണ്. അകത്ത് പ്രസ് ചെയ്തിട്ട് അകത്തോട്ട് തന്നെ ആക്കുക. ഉണ്ടോ, നേരെ വെച്ച് ഇത് കറക്റ്റ് ചെയ്തെടുക്കുക. കട്ടിങ് 3 കൂടെ കറക്റ്റ് ചെയ്ത് അതിന് അടിക്കാം. നമുക്ക് ഈ ലെവൽ പിടിച്ചുകൊണ്ട് 2 കട്ടിങ്ങും കൂടെ കറക്റ്റ് ചെയ്യാം കണ്ടോ, നേരെ വെച്ച്. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഇത് നമ്മളെ ബ്ലൗസിൻ്റെ കട്ടിങ് വെച്ച് നോക്കണം കറക്റ്റാണോ. ഈ കട്ടിങ് തയ്യൽ തുമ്പ് വഴിയുള്ള ഭാഗം കറക്റ്റാണോ നോക്കണം. ഉണ്ടോ, കറക്റ്റാണ് കണ്ടോ. ഇത്രയും മതി. ഇവിടെ നിന്നിട്ട് തയ്യൽ തുമ്പ്. നമുക്കപ്പം ഉറപ്പായിട്ടും കറക്റ്റ് അളവ് കിട്ടും. ബ്ലൗസിൻ്റെ അതേ കറക്റ്റ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യേണ്ടത് കണ്ട, ഇതാണ് ആ ജോയിൻറ്റിൻ്റെ ഭാഗം കണ്ട, നടുഭാഗം കണ്ട. ഇവിടെ ഈ ഭാഗം കണ്ട, ഇത് കണ്ട. ഇവിടെ ഇച്ചിരി വെട്ടാനുണ്ട്, നമ്മൾ അടയാളം ചെയ്തിട്ട് വെട്ടിയില്ല. കറക്റ്റ് വെട്ടിയായിരുന്നു, ശരിയാണ്, വെട്ടിയായിരുന്നു. ഈ പോയിൻറ്റിലേ വരാവുള്ളൂ ഇത് തയ്ച്ച് വരുമ്പോൾ. നമ്മളെന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യുക കണ്ട. ഈ തുമ്പ് കണ്ട, ഇത് കണ്ട, ഈ പോയിൻ്റ് പിടിച്ച് നമ്മൾ ഇതിലോട്ട് വെച്ച് കറക്റ്റ് ചെയ്യുക. തയ്ച്ച് ഇങ്ങോട്ട് എടുക്കാം. ഒരു ഭാഗം തയ്ക്കുക, ഇപ്പുറത്തെ ഭാഗം ഇങ്ങനെ പിടിക്കുക, ഇപ്പുറത്തോട്ട് പിടിക്കുക കണ്ടോ, ഇപ്പുറത്തോട്ട് പിടിക്കുക. നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം കണ്ടോ. ഇത്രയുള്ള കാര്യം. ഇവിടെ ഇങ്ങനെ ചെറിയ വെട്ടൊക്കെ കൊടുക്കണ കറക്റ്റ് ഇരിക്കും. നമ്മുടെ കയ്യിൽ 2 സ്റ്റിച്ചല്ല, കണ്ട. കുത്തി നിർത്തിക്കൊണ്ട് ഇപ്പുറത്തോട്ട്
പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് കരിച്ച് ഒന്ന് അടിച്ച് കൊടുക്കാം. ലോക്ക് വിറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല, ലോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അടിച്ച് കൊടുക്കുക. അപ്പോൾ അത് അടിച്ച് പോകില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടോ പോയിൻ്റ് നോക്കി, കണ്ടോ ഇതാണ് ബാക്ക് ഓപ്പൺ ബ്ലൗസിലെ ഫ്രണ്ട് പാർട്ട്. കണ്ടോ ഫ്രണ്ട് പാർട്ട് കണ്ടോ കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടോ, ഇങ്ങനെയാണിത് പോയിൻ്റ് എടുക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ യു.